നല്ലൊരു കൈയ്യടി പറഞ്ഞ് കൺക്ലൂഡിംഗായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ. പ്ലീസ് വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റേഴ്സ്, നമ്മുടെ സംസാരിച്ചിറങ്ങിയ ജോസഫ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ അശോകൻ സാറ്, രണ്ടുപേർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ NTC മുതൽ ഡിസ്ട്രിബ്യൂട്ടർ വരെ എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. കൂടാതെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവരൊന്നും കൈ നോക്കി. ആദ്യമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവര് ഫസ്റ്റിലെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് അവരാണ് ഇന്നത്തെ താരങ്ങൾ. അവർക്ക് നല്ലൊരു കൈ കൊടുക്കാം. എപ്പോഴും അതിഥികളാണ്, അവരാണ് അതിഥികൾ. ബാക്കിയുള്ളവരെല്ലാം ആതിഥേയരാണ്. എപ്പോഴും നമ്മളുടെ വീട്ടിലൊക്കെ ഒരു അതിഥി വന്നാൽ നമ്മൾ ആദ്യം എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ആർക്കായിരിക്കും? അതിഥികൾക്കായിരിക്കും. അതിഥി ദേവോ ഭവ എന്ന് പറയുന്നതാണ് നമ്മുടെ സംസ്കാരം. അതായത് നമുക്കറിയാം, അതിഥികൾ വീട്ടിൽ വന്നാൽ നമ്മൾ ഇരുന്നില്ലെങ്കിലും അവരെ ഇരുത്തും, നമ്മൾ ഉണ്ടില്ലെങ്കിലും അവരെ ഊട്ടും, നമ്മൾ കുടിച്ചില്ലെങ്കിലും അവർക്ക് കുടിക്കാൻ കൊടുക്കും, നമ്മൾ കിടന്നില്ലെങ്കിലും അവരെ കിടത്തും, കിടത്തണ്ട, എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ അതിഥികളാണ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ. പ്രസീത മാഡം നല്ലൊരു നർത്തകിയും സർവകലാ വല്ലഭയും ഒക്കെ ആയ അല്ലെ, മുഖത്തൊക്കെ എന്തെല്ലാം ഭാവങ്ങളാണ് വീഴുന്നത് അല്ലെ. പ്രസീത മാഡം നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഒരുപാട് ഭാവങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. അവിടെ ഇന്നലെ നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി ചെയ്ത ലിനോജ് പോൾ അല്ലെ, ലിനോജ് പോൾ, അദ്ദേഹത്തിനും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇന്ന് നമ്മള് പുതിയതായിട്ട് വന്നവർക്ക് ഇന്ന് പ്രസീത മാഡത്തിന്റെ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കേട്ടപ്പോ എല്ലാവർക്കും ചില കാര്യങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ഒരു പുക പോലെയാണ്, മൊത്തം ഒരു പുകയായിട്ട് തോന്നുള്ളൂ. ഈ ഏതാണ്ടൊക്കെ സംഭവം അവസാനം അത് ആര് ക്ലാസ്സിലെത്താനും അത്ര കിട്ടുള്ളൂ. കാരണം എന്തൊക്കെയോ സ്പർശിച്ചു എന്നാൽ അതിനകത്ത് ഈ വിശ്വസനീയമല്ലാത്ത ചില ഭാഗങ്ങൾ വരും. നമ്മളൊക്കെ എത്രയോ മേഖലകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ലേഡീസ്, ജെന്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, കൂടാതെ വിവിധ മേഖലകളിലുള്ള ആളുകളുണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ പരിച്ഛേദം. ഇപ്പൊ നമ്മുടെ അശോകൻ സാർ പറഞ്ഞ പോലെ ഞാൻ കാട്ടിലൂടെ നടന്ന് ഫോട്ടോ എടുക്കുന്ന ആളായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലെ. ഓരോ മേഖല, ഒരു ഫോട്ടോഗ്രാഫി മേഖല ഉൾപ്പെടെ ബ്യൂട്ടീഷ്യൻ മേഖലകള്, കൃഷിക്കാര്, അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗത്തിലിരുന്നിട്ട് വിരമിച്ച ആളുകൾ, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, സമൂഹത്തിന്റെ സാധാരണ ജോലികൾ മുതൽ വീട്ടമ്മമാർ ഉൾപ്പെടെ, സ്റ്റുഡൻസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഒരു ക്വാളിറ്റിയാണ്. പ്രോഡക്റ്റുകൾ കണ്ടിട്ട് വന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം കഴിച്ച് എന്തെങ്കിലും ഒരു അനുഭവം, റിസൾട്ട്, നല്ല എന്തെങ്കിലും അനുഭവം കിട്ടിയിട്ടുള്ള ആളുകളൊന്ന് കൈവക്കാമോ? നോക്കി പുതിയ ആളുകൾ വന്നവരെ കഴിച്ചു ബാക്കി എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രോഡക്റ്റ് കഴിച്ചവർക്കെല്ലാം അതിന്റെ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരിക്കുന്നതെന്ന് നോക്കി ആൾക്കാരുണ്ട് അല്ലെ. നല്ലൊരു കൈ കൊടുക്കാം. നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഇതെല്ലാം ഇവിടെ കിട്ടും. മനുഷ്യന് ആവശ്യമുള്ള, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹെൽത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സമൂഹം രണ്ടായി തിരിക്കാം. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ശേഷം AD-യും BC-യും AD-യും വന്നതുപോലെ തന്നെ കൊറോണയുടെ കാലഘട്ടം BC-യും AC-യായി. എന്താണ്? ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ. ബിഫോർ കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്ന സമൂഹം ആഫ്റ്റർ കൊറോണയിൽ അവരുടെ ചിന്താഗതികളെല്ലാം മാറി. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമായിട്ട് മാറി ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് കൂടുതൽ. പ്രത്യേകിച്ച് അതിനു മുമ്പ് ഹെൽത്തിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ഹെൽത്തിന്റെ അത്ര അതിനേക്കാൾ പ്രാധാന്യം ഇതിന് കൊടുത്തിരുന്നു, മറ്റുള്ള പല കാര്യങ്ങളിലും കൊടുത്തിരുന്നു. അപ്പൊ ഹെൽത്തിന് പ്രശ്നം ഉണ്ടായാൽ എല്ലാം പോയി എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക്
ഇന്ന് സമൂഹം വന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഒരുപാട് ഡോക്ടേഴ്സിന്റെയും പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട സമയത്ത് ഒരുപാട് ചാനലുകളിലും എല്ലാം അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സബ്ജക്ട് ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വിഷയങ്ങൾ ആ സമയം. അപ്പൊ അതിനുശേഷം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സമൂഹത്തെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം, നമുക്ക് ആയുസ് കൂട്ടാം, ഇതാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അത് പോയാൽ എല്ലാം പോയി അല്ലെ. അപ്പൊ ഹെൽത്തിന് വലിയ പ്രാധാന്യമാണ്. ഹെൽത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, പ്രത്യേകിച്ച് ജിമ്മുകളൊക്കെ ഏറ്റവും കൂടിയ കാലഘട്ടമാണ്. ജിംനേഷ്യം ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടി. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ചെറുപ്പക്കാരായി മാറി. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ആ മേഖല, ആ ഒരു ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. കാരണം എന്താ, രോഗം വന്നെന്ന് രോഗിയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ള കാര്യം വന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം എന്ത് പ്രോഡക്റ്റുകളാണ്? സപ്ലിമെന്റ്സ് ആണ്, ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് സംരക്ഷണം കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ. നമ്മുടെ കമ്പനി പറഞ്ഞു കഴിഞ്ഞു ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ മാജിക്കൽ പ്രോഡക്റ്റ് എന്നുള്ള പേരൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം എന്നാ, ഇതൊരു മാജിക് അല്ല. മാജിക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് മാജിക് അല്ലെ. പക്ഷെ ഇത് മാജിക് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയിലാണ് കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമയത്ത് ക്രൗഡ് പ്ലാസയിൽ ഡോക്ടർ DV അനന്തനാരായണ എന്ന് പറയുന്ന നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ ഹെഡ് ആയിട്ടിരുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ DV അനന്തനാരായണ. അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രാവശ്യം പോലും പറയാത്ത ഒരു മീറ്റിങ്ങുകളോ അല്ലെ ഒരു പ്രോഗ്രാമുകളോ ഒന്നുമില്ല. ഡോക്ടർ DV അനന്തനാരായണ. അദ്ദേഹം ഒരിക്കൽ ക്രൗഡ് പ്ലാസയിൽ വന്ന സമയത്ത് ചില ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ വേരിക്കോസ് വെയിൻ മാറാൻ ഉള്ള മരുന്ന് ഏതാണ് സാർ കണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വേരിക്കോസ് വെയിൻ ഉള്ള ഒരു സാധനം അന്നില്ല. അപ്പൊ വെയിൻ ഫ്ലോ പ്രോഡക്റ്റ് ഉണ്ട്, അന്നില്ല. അപ്പൊ ഒരുപാട് ആളുകൾക്ക് പ്രോഡക്റ്റ് കഴിച്ച് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ 95 ബ്ലഡ് പ്യൂരിഫയർ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കഴിച്ച് ഡീടോക്സ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് കഴിച്ച് ഒത്തിരി പേർക്ക് അതിന് മാറ്റം വന്നു. അപ്പൊ ആ സമയത്താണ് ഈ മാറിയ ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത്, ആരോട്? ഇതുണ്ടാക്കിയ ആരാ? സയന്റിസ്റ്റോട് ചോദിക്കുകയാണ്, വേരിക്കോസ് വെയിനുള്ള പ്രോഡക്റ്റ്. അദ്ദേഹം പറഞ്ഞു, വേരിക്കോസ് വെയിൻ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനം മാത്രമാണ് കണ്ടുപിടിച്ചത്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് കണ്ടുപിടിച്ചത് തന്നിട്ടുള്ളത്, ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ രക്തം ശുദ്ധീകരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അപ്പോ ബ്ലഡിലെ വിഷാംശങ്ങൾ മരുന്നുകളൊക്കെ മാറുന്ന സമയത്ത്, ഡീടോക്സ് ചെയ്യുന്ന സമയത്ത്, പ്യൂരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്ക് അലർജി മാറി. ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെ കിട്ടി? ഒരുപാട് ഗുണങ്ങൾ കിട്ടി. അലർജി മാറിയവരോടാണ് തുമ്മല്. എനിക്കൊക്കെ വലിയ തുമ്മലുള്ള ആളുകളെ, തുമ്മൽ കണ്ടുപിടിച്ച ഞാനൊക്കെ പാരമ്പര്യപരമായിട്ട് തുമ്മലുള്ള ആൾക്കാരാണ്. എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ തുമ്മലുണ്ടായിരുന്നു. അതിൻ്റെ അപ്പൻ്റെ കാര്യം എനിക്കറിയത്തില്ല തുമ്മലുണ്ടായിരുന്നു. അപ്പൊ എല്ലാം തുമ്മലുണ്ടായിരുന്നു. കാരണം ഒറ്റ തുമ്മലൊക്കെ തുമ്മിക്കഴിഞ്ഞാൽ ഈ പഴയ വീടായതുകൊണ്ട് അന്ന് വീടിന്റെ കഥവ് വരെ വിറയ്ക്കും. അത്തുകൂട്ട് തുമ്മൽ, അത്രമാത്രം ശക്തി. ഇതൊക്കെ മാറാനൊക്കെ സാധിച്ചു ഇതൊക്കെ. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ച സമയം സയന്റിസ്റ്റ് പറയാണ്, അതിനുള്ള മരുന്ന് ഞാൻ കണ്ടില്ല. അതിന്റെ കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്ലഡ് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമേ അറിയൂ. അപ്പൊ രക്തം ശുദ്ധീകരിക്കുന്നപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പ്രോബ്ലംസ് ശരീരത്തിൽ നിന്ന് മാറുവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റുകൾ പോലും എന്തില്ല, മരുന്നല്ല, എല്ലാം എന്താണ്, അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ശരീരം ക്ലിയർ ആക്കുന്ന, ശരീരത്തിലെ പ്രോബ്ലംസ് മാറ്റുന്ന, ശരീരത്തിലെ കുറവുകൾ പരിഹരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതായത് ആരോഗ്യം സംരക്ഷണമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ അടുത്ത കാലത്ത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ വെൽനസ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സുവർണകാലമാണ്. വെൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു സുവർണകാലമാണ് ഇനി വരാൻ പോകുന്നത് ഇൻഡസ്ട്രി. കാരണം ഇൽനസ് ഇൻഡസ്ട്രി, ഹോസ്പിറ്റലും അങ്ങനെയുള്ള സംഭവം കൂടാതെ അതിനേക്കാൾ വലിയൊരു മേഖലയായിട്ട് വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്താണ്, വെൽനസ് ഇൻഡസ്ട്രി. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. എല്ലാവർക്കും ആവശ്യമുണ്ട്. പണ്ടാണ് ഇത് ആവശ്യമില്ല. കാരണം ജങ്ക് ഫുഡിന്റെ കാലമാണെന്ന് സമൂഹം അല്ലെ. ജങ്ക് ഫുഡുകളുടെ കാലമാണ്. കാരണം നമുക്ക് അതൊന്നും ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നുമില്ല. ഇന്ന് എല്ലാവരും കുഴഞ്ഞു വീഴുകയും അത് എന്തിലേക്ക് കുറവുകളാണ്. സിങ്ക് കുറഞ്ഞു പോകുന്നു, സ്ട്രോക്ക് വരുന്നു, സോഡിയം കുറഞ്ഞു പോകുന്നു, കുഴഞ്ഞു വീഴുന്നു, ഓക്സിജൻ കുറഞ്ഞു പോകുന്നു, എല്ലാം കുറഞ്ഞു പോവുക വിഷയം. ഇന്ന് ആ കാരണം കൃത്യമായിട്ട് ഫുഡിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ കൂടെ ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എല്ലാം. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഈ സാധനം വിറ്റഴിഞ്ഞു പോവില്ലയോ, എല്ലാവർക്കും ആവശ്യമുള്ള, സമൂഹത്തിൽ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. രണ്ടാമത്തെ കാര്യം,
നമുക്ക് എല്ലാവർക്കും അഡീഷണൽ വരുമാനം ആവശ്യമുള്ള കാര്യം, അഡീഷണൽ ഇൻകം എല്ലാവർക്കും ആവശ്യമുണ്ട്. ആരും തൃപ്തരല്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വരുമാനത്തിൽ തൃപ്തിയായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മൾ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഒന്നുകൂടെ ഇരട്ടെ, നമുക്ക് ചിക്കനൊക്കെ വലിയ ഇഷ്ടമാണ്, ഒന്നുകൂടെ കഴിക്കൂ, ഇച്ചൂടെ കഴിക്കൂ, ഇച്ചൂടെ കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും നമ്മൾ മതി എന്ന് പറയും. പായസം എത്ര നല്ല പായസമാണെങ്കിലും കഴിച്ചു, വീണ്ടും കഴിച്ച് 2 പ്രാവശ്യം കഴിക്കുമ്പോൾ മതി എന്ന് പറയും. എന്തു സാധനം മതി എന്ന് പറയും. പക്ഷെ പൈസയുടെ കാര്യത്തിൽ മാത്രം മതി എന്ന് പറയും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തൃപ്തരല്ലാത്ത ഒരു കാര്യമാണ് പൈസ. എത്ര കിട്ടിയാലും നല്ലതാണ്, നമുക്ക് ആവശ്യത്തിന് ചെലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ വരുമാനം അവിടെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഇതിനകത്ത് ആവശ്യമാണ്. ജില്ലാ കളക്ടറായിട്ട് വിരമിച്ച ആൾക്കും എന്ത് വേണം? അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയിൽ ഏറ്റവും പൊസിഷനിലായിരുന്ന വ്യക്തിക്കും അത് കഴിയുമ്പോൾ എന്ത് വേണം? വരുമാനം തികയുന്നില്ല. അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പൊക്കെ കാണിച്ച് വേറെ അഡീഷണൽ ഒക്കെ ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. അവരെ സംബന്ധിച്ച് ഒരിക്കലും തൃപ്തരല്ല, അവരുടെ ആവശ്യത്തിനുള്ളത് കിട്ടില്ല. അവരും എന്ത് വേണം? ഈ മേഖലയിലോട്ടൊക്കെ കടന്നുണ്ട്. അപ്പൊ അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുവരാം. ഹെൽത്ത് ആഗ്രഹിക്കുന്ന എല്ലാവരെയും, അപ്പൊ ഇതല്ലാത്ത കാര്യമില്ല, എല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുവരാം. ഇത് ഈ ഒരു കാര്യം എനിക്ക് വന്ന സമയത്ത്, മനസ്സിലായ സമയത്താണ് ഇതിലേക്ക് പൂർണ്ണമായിട്ടും വന്നത്. പക്ഷേ തുടക്ക സമയത്ത് ഞാൻ പറയട്ടെ, ഇതില് നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നവരെ പോലെ തന്നെ വിളിച്ച ആളിനോട് നല്ല ദേഷ്യം വന്നു. ഒരു പക്ഷെ ഇവിടെ വിളിച്ചോണ്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നിങ്ങളെ ഫ്രഷ് ആയിട്ട് വന്ന ആളുകൾ തൊട്ടടുത്ത ആര് കാണും? നിങ്ങളെ വിളിച്ചോണ്ട് വന്ന ആള് ഇരിപ്പ് കാണും. എന്നത്തെ ഇരിക്കുന്നവര് ചാടിപ്പോയിരിക്കും, പിടിച്ചിരുത്തിയിരിക്കുക. കാരണം അവരുടെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു ദൈവദൂതന്റെ മുഖം ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഇപ്പൊ ചിലപ്പോ തോന്നുകയല്ല, അപ്പൊ വേറെ മുഖമായിരിക്കും തോന്നുന്നത്. ശരിക്കും എന്നെ 2016 എന്റെ പേര് പുതിയ ആളുകൾക്ക് വേണ്ടി പരിചയപ്പെട്ട പേര് സിജി ജോസ്, വീട് കോട്ടയത്താണ്, കോട്ടയം ജില്ലയിലാണ്. ഞങ്ങളുടെ അപ്പന്റെ ബിസിനസ്സിലെ അപ്പന്റെ നാടാണ് തൃശ്ശൂര്, തൃശ്ശൂര്. കാരണം ഈ ഞങ്ങളുടെ അപ്ലൈൻ ലീഡർ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും കൊണ്ട് അപ്ലൈൻ ലീഡറായ സജീവ് പാലക്കൽ സാറാണ് ഞങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം 2016 ആ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് സജീവ് പാലക്കൽ സാറിനെ വിളിക്കുന്ന സമയത്ത് ഒട്ടും താല്പര്യം തോന്നിയില്ല. കാരണം അദ്ദേഹം 2013 വന്നു, ബിസിനസ്സിൽ കൂടെ 2016 ആയപ്പോൾ അദ്ദേഹം ഈ ബിസിനസ്സിൽ കൂടെ ഒത്തിരി നേട്ടങ്ങളൊക്കെ നേടി. ആഴ്ച 2 ബെൻസും എല്ലാം അച്ചീവ് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നൊരു കാര്യം, തൃശ്ശൂർ എന്ന് പറയുന്നത് ബിസിനസ്സുകാരുടെ കേന്ദ്രമാണ്. ബിസിനസ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ബിസിനസ്സുകാരുടെ സ്ഥലം ഏതാണ്? ഇവിടുത്തെ അറിയപ്പെടുന്ന വ്യവസായികളെല്ലാം തന്നെ തൃശ്ശൂർ. MA യൂസഫ് അലി സാർ അല്ലെ, കല്യാണരാമൻ, കല്യാൺ ജുവലേഴ്സ്, പിന്നെ നമ്മുടെ ജോയി ആലിക്കാസ്, ഇങ്ങനെയുള്ള പ്രമുഖരായ, അതുപോലെ തന്നെ PNC മേനോൻ അല്ലെ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അദ്ദേഹത്തെ ഒന്നും ആദ്യം പേര് അറിയാലായിരുന്നു. ഒരു സമയത്ത് ഒരു ദിവസം കണ്ടു തുലാഭാരം, വേറെ ഒന്നുമല്ല, എല്ലാവരും തുലാഭാരം നടത്തുന്നുണ്ട്. ഇപ്പുറത്ത് കദളിക്കൊല, വാഴക്കൊല, പഞ്ചസാര, എണ്ണ, ഇതെല്ലാം വെച്ച് തുലാഭാരം നടത്താറുണ്ട്. പക്ഷെ അദ്ദേഹം തുലാഭാരം നടത്തി ഇപ്പുറത്ത് ത്രാസിന്റെ ഇപ്പുറത്ത് അദ്ദേഹം കയറിയിരുന്നു. അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വെയിറ്റിനൊപ്പം 72 കിലോ വെയിറ്റില് തങ്കം വെച്ചു. തങ്കമേ അല്ല, തനി തങ്കം, തങ്കപ്പനല്ലടാ, തങ്കപ്പൻ പറഞ്ഞാല് തനി തങ്കം വെച്ചു. 72 കിലോ തങ്കം അപ്പുറത്ത് വെക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഇത്രയൊക്കെ ഗുരുവായൂരിന് കൊടുക്കാൻ ശേഷിയുള്ള ഒരാളാണ്. തൃശ്ശൂരുകാരൻ PNC മേനോനൊക്കെ അന്നാണ് ശോഭ ഡെവലപ്പേഴ്സ്. അപ്പൊ ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് ബിസിനസ്സുകാരും ഏറ്റവും കൂടുതൽ ലക്ഷറി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. സാംസ്കാരിക നഗരമാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സാക്ഷര നഗരം, അക്ഷര നഗരം, പക്ഷെ സാംസ്കാരിക നഗരം. അപ്പൊ തൃശ്ശൂരിന് വലിയ പ്രാധാന്യം. അപ്പൊ ഞങ്ങൾ വിചാരിച്ച തൃശ്ശൂര് സജീവ് പാലക്കലൊക്കെ തൃശ്ശൂർ വലിക്കുന്ന അദ്ദേഹം ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിനൊക്കെ ഇത് പറ്റും. ഞങ്ങളന്ന് ചെയ്തോണ്ട് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വിളിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടി പല പ്രാവശ്യം വിളിച്ചു, അവസാനം എടുത്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങോട്ട് 2016 ഞങ്ങള് ഇവന്റ് നടത്തി, ഞങ്ങൾ തിരക്കാന്നൊക്കെ പറഞ്ഞു. അവസാനം 2016 ഞങ്ങളുടെ വലിയ നോയമ്പ്, ക്രിസ്ത്യൻസിന്റെ വലിയ നോയമ്പ് നടക്കും, കല്യാണങ്ങളുടെ ഫംഗ്ഷനൊക്കെ കുറവുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളെ കാണാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വരാം. അങ്ങനെ അങ്ങോട്ട് വന്നാൽ പിന്നെ സാറിനെ ഇറക്കി വിടാൻ പറ്റിയല്ലോ, വീട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടേ പോകുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്ന് സാർ എന്ന് പറഞ്ഞു കാസിനോ എന്ന് പറയുന്ന സ്ഥലത്ത് വരാമെന്ന്. നിങ്ങൾ വെറുതെ തൃശ്ശൂർ അവിടെ നിന്ന് വന്ന് തൃശ്ശൂർ കഴിഞ്ഞ് അവിടെ വരെ പോട്ട, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാസിനോ എന്ന് പറയുന്ന ഹോട്ടലിലൂടെ, കാസിനോ ആ ഹോട്ടൽ അവിടെ വന്ന് 2016 ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ അന്ന് കേരളത്തിൽ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് ഫെബ്രുവരി മാസമാണ്, ഏപ്രിലാണ് ഓഫീസ് വരുന്നത്. ആദ്യത്തെ അന്ന് ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പോവുകയാണ് കുറച്ച് ഉൽപ്പന്നമൊക്കെ എടുക്കുന്നത്. ഉൽപ്പന്നം എടുത്ത് കൊടുത്ത ആളുകൾക്കൊക്കെ വലിയൊരു അനുഭവം കിട്ടി, വലിയ റിസൾട്ട് കിട്ടി. കൊടുത്ത ആ റിസൾട്ട് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം കിടന്ന ആളുകളൊക്കെ സന്ധിവാദത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത് മാറ്റം വന്ന് എഴുന്നേക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇത് എന്തായാലും ഇതിനെക്കുറിച്ച് പഠിക്കണം, അങ്ങനെ മനസ്സിലാക്കി കാര്യമായിട്ട് വന്നതാണ്. പക്ഷെ എൻ്റെ വീട്ടിലുള്ള അടുത്തുള്ളവർക്കോ പരിചയമുള്ളവർക്കോ ഒന്നും ഇത് താല്പര്യമില്ല. താല്പര്യമുള്ള ആകെപ്പാട് ഞാനും ഉണ്ട്, എൻ്റെ പാർട്ണർ അനിൽമാഷും ഉണ്ട്. ഞങ്ങളത് കേട്ടിരിക്കുന്നത് വീട്ടിലുള്ളവർക്കല്ല. ഒരു പക്ഷെ നിങ്ങളിവിടെ മീറ്റിംഗ് കൂടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് അറിയത്തില്ലാത്ത വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ ഇതിൽ പോകണമെന്ന് പറയോ എന്നത്തിന് പോയത് വെറുതെ അവര് ഈ വലിയ അവിടെ ഓരോരുത്തർ തള്ളം തുടങ്ങും അല്ലെ. ഈ തൃശ്ശൂരുണ്ടോ തള്ളം എന്നുള്ള വാക്കുണ്ടോ? ഉണ്ടോ? തള്ളല്ലേ തള്ളു പിള്ളേരുടെയൊക്കെ വാക്കാണ് തള്ള്. എന്റെ കുട്ടികളൊക്കെ പറയും എന്നെ ഇച്ചിരി കൂടിയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി പൊങ്ങച്ചം പറയുക. നമ്മൾ പറഞ്ഞു SP എന്നൊക്കെ പറയും, സ്വയംഭൂമി എന്നൊക്കെ പറയും. ഇവിടെ ഈ വരുന്ന സമയത്ത് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളാണ്. കാരണം എന്നാ SP ആണോ സ്വയംഭൂമി, നമ്മൾ തന്നെ എനിക്കത് കിട്ടി എനിക്കിത് കിട്ടി എന്ന് പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന എന്നതാണ് എനിക്കത് കിട്ടി, എനിക്ക് അച്ചീവ് ചെയ്തു, ഞാൻ അത് അച്ചീവ് ചെയ്തു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നണം എല്ലാരും ഓരോന്നും തള്ളുക. അവസാനം ഏറ്റവും വലിയ തള്ളുകാരൻ, ഇന്നത്തെ ഏറ്റവും വലിയ തള്ളുകാരൻ ആരാ? തള്ളാൻ പോവാ. എന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല. എന്റെ കാരണം ഇതില് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്ക് GTC എന്ന് പറഞ്ഞാൽ എന്താ? ATC WTC DTC ആരാ? ഇതിൽ ആരാണ് വലുത്, ആരാണ് എല്ലാം അറിയാമോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ പറയുന്നതിലൂടെ മനസ്സിലാവുള്ളൂ. അതേസമയം നിങ്ങളൊരു ബാങ്ക് മാനേജറാണ്, SBIയുടെ മാനേജറാണ്, നിങ്ങളുടെ സാലറി വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം SBIയുടെ മാനേജർ ഇത്ര സാലറി ആണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഹെഡ് മാസ്റ്റർ ആണ്, അദ്ദേഹത്തിന്റെ സാലറി എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ബിസിനസ് നടത്തുന്നവർക്ക് എല്ലാം അറിയാം. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ മാത്രം ഇതിൽ കൂടെ ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പുതിയ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് കുറച്ച് പറയേണ്ട വരും, വേറെ ഒന്നും കൊണ്ടല്ല. കുറെ വർഷം കഴിഞ്ഞ് ഇതൊന്നും പറയണ്ട. കാരണം മൈലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ കാരണം പറയാം. നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങിന്റെ നിയമം വന്നിട്ട് കേരളത്തിൽ എത്രയായുള്ളൂ? ഒരു വർഷം കഴിഞ്ഞുള്ളൂ. 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് വലിയൊരു പ്രോഗ്രാം. അതിന് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? വലിയൊരു പ്രോഗ്രാം അല്ലെ. അതിൽ വന്നിട്ട് കുറേയധികം ആളുകൾ ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറായിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത. മിനിസ്റ്റേഴ്സും ചീഫ് സെക്രട്ടറിയും അതുപോലെ മന്ത്രിമാരും വിവിധ വകുപ്പുകളുടെ തലവന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പങ്കെടുത്ത വലിയൊരു ചടങ്ങിൽ വെച്ച് ഡയറക്ട് സെല്ലിങ്ങിന് ഔദ്യോഗികമായിട്ട് നിയമ പരിരക്ഷ കൊടുത്തു. അത് ഏറ്റവും നല്ലൊരു കാര്യം. ഒരു വർഷമായുള്ളൂ. പക്ഷെ ഇതിനു മുമ്പുള്ള കാലം എന്ന് പറയുന്നത് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒക്കെ കാലമാണ്. മണി ചെയിനും തട്ടിപ്പും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഡയറക്ട് സെല്ലിങ്ങിന് എല്ലാ രാജ്യങ്ങളിലും നിയമം ഇല്ലാത്ത കാലമുണ്ട്, നിയമം വന്ന കാലഘട്ടമുണ്ട്. നിയമം ഇല്ലാത്ത കാലഘട്ടം അമേരിക്കയിലൊക്കെ 76-കളിൽ വന്നതാണ്. പക്ഷെ 56-ൽ വന്നതാണ്. പക്ഷെ നിയമം വന്ന 76-ലാണ്. അതിനുശേഷം അവിടെ വന്നത്. അതിനുശേഷം അവിടെ സ്വന്തം ഫ്ലൈറ്റ് ഒക്കെ ഉള്ളവരുടെ ഇഷ്ടം പോലെ ആളുകൾ വന്നു. 2 ഫ്ലൈറ്റും 3 ഫ്ലൈറ്റും ഒക്കെ ഉള്ളവർ വരെ അവിടെ വന്നു. കാർ മാത്രമല്ല വലിയ ഫ്ലൈറ്റുകളൊക്കെ എടുത്തവർ വരെ വന്നു. മലേഷ്യ പോയ സമയത്ത് ഈ അടുത്ത കാലത്ത് മലേഷ്യ ചെന്നപ്പോ ഞങ്ങൾ മലേഷ്യ റൈസ് തന്നെ ഏജന്റ് ഉണ്ട്, ഒരു തമിഴ്നാട്ടുകാരനാണ്. മലേഷ്യയിൽ കൂടുതൽ തമിഴ് ആൾക്കാരുണ്ട്. അപ്പോ അവന്റെ ഏജന്റ് ചോദിച്ചു, നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു. നമ്മളിവിടെ ടൂറായിട്ട് ചെന്നാണല്ലോ, അപ്പം പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ ബിസിനസ് എന്താണെന്ന് അറിയില്ല. അപ്പോ അദ്ദേഹം ഞങ്ങള് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗൈഡ് പറഞ്ഞു, എങ്കിൽ നിങ്ങളെല്ലാം വലിയ മുതലാളിമാരായിരിക്കുമല്ലോ, നിങ്ങളെല്ലാം കോടീശ്വരന്മാരായിരിക്കുമല്ലോ. അതിന്റെ കാരണം പറയാം. മലേഷ്യയിൽ 80 കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് വന്നു. പക്ഷെ നിയമം വന്നത് 2000-ലാണ്. 2000-ന് ശേഷം അവിടെ കോടീശ്വരന്മാർ ഒരുപാടുണ്ടായി. ആ 25 വർഷം കോടീശ്വരന്മാരെ ഒരുപാടുണ്ടായ കാലമാണ് മലേഷ്യയിൽ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖല എന്നാന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ്. നമ്മളിവിടെ ഒരാൾ വന്നു കഴിയുന്നത് എവിടുന്നായിരുന്നു? അദ്ദേഹം അമേരിക്കയിലാണ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അമേരിക്കയിലാണ്, കാശുകാരനാണ്. ആ മനസ്സിലുള്ളതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് കാശുകാരനാണ്. ആ കാലഘട്ടം ഇവിടെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതുവരെ തള്ളേണ്ടി വരും. അതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ തള്ളണ്ട. ഈ ചില ആളുകളൊക്കെ നമുക്കറിയാം, ഇവിടെ ആളുകൾ ചോദിക്കുന്നത് പ്രൊഫഷനാ പറയുന്നത്. എന്താണ്? എന്താ സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. ഞാൻ കൃഷിക്കാരനാണ്. പക്ഷെ അമേരിക്കയിൽ വന്ന ആളുകളോട് മാത്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അമേരിക്കയിലാണ്.
എന്ത് ചെയ്യുന്നു സാർ? ഞാൻ അമേരിക്കയിലാണ്. നമ്മളെന്ത് ചെയ്യുന്നു? ഞാൻ ഇന്ത്യയിലാന്ന് പറഞ്ഞാൽ മതിയോ? കാരണം അമേരിക്കയിലാന്ന് പറഞ്ഞാൽ മതിയാകണം. അമേരിക്ക കൊള്ളാം, കോടീശ്വരൻ എന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പറഞ്ഞാൽ മതി എന്ത് ചെയ്യുന്നു? ഞാൻ മൈ ലൈഫ് സ്റ്റൈലാണ്, ഞാൻ മൈ ലൈഫ് സ്റ്റൈലിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ ചോദിച്ചിരിക്കണോ? അങ്ങോട്ട് വരുന്ന ഒരു കാലത്തിലേക്ക് വരുവാ. 1 വർഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പുള്ള തള്ളുകളൊക്കെയാണ് ഈ തള്ളുകൾ കേട്ടോ. അതുകൊണ്ട് അപ്പൊ സജീവാലക്കനോട് ഞങ്ങൾ എതിർത്തൊക്കെ പറഞ്ഞു. അവസാനം സാറ് പറഞ്ഞ് ജോയിൻ ചെയ്തു. പക്ഷെ വീട്ടിലൊക്കെ പ്രശ്നമാണ്. ഇവന്റ് മതിയായിരുന്നു, ആവശ്യമില്ല ഇത് വേണം, ഇതിനൊക്കെ ഓടുന്ന നടക്കണം. ഞങ്ങൾക്ക് അവിടെ പ്രോഡക്റ്റ് എടുക്കണേ അവിടെ പോകണം, കോയമ്പത്തൂർ പോകണം, അല്ലെങ്കിൽ മാർത്താണ്ഡത്ത് പോകണം, അല്ലാതെ തെങ്കാശി ഇവിടെ പോകണം, തമിഴ്നാട്ടിൽ തേനി പോകണം, അങ്ങനെ തേനിയല്ല മധുരയ്ക്ക് പോകണം. ഇവിടെ എല്ലാം പോയാലേ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ പ്രോഡക്റ്റ് എടുക്കാം. ആ കാലഘട്ടത്തിൽ ഈ ഓട്ടം കാണാം. പക്ഷെ വൈഫൊക്കെ ചോദിക്കും കമ്മീഷൻ ഒന്നും വരുന്നില്ല ആവുന്നില്ലോ. കാരണം ഇത് വരുമാനം വരാൻ വേണ്ടി പേപ്പറൊക്കെ ആക്റ്റീവായി വരണ 2-3 ആഴ്ച കഴിയും. അപ്പൊ എല്ലാ ആഴ്ചയിലും ചോദിക്കും വരുമാനം ഒന്നും കിട്ടുന്നില്ലോ. ഭാര്യമാർക്കൊക്കെ എന്നാ മതി ഇതെല്ലാം തടയുന്നുണ്ടോ പറഞ്ഞാൽ മതി. വലിയ ഇവന്റ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ ചോദിക്കും എന്നാ കിട്ടി, ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചോദിക്കുന്നത്, എന്നാ കിട്ടും, എന്നാ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വരുന്ന സമയത്താണ് ഈ ആഴ്ച കമ്മീഷൻ ഒന്നും വരുന്നില്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പറയും സജീവാലക്ക സാറിന് 2,10,000 ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ കമ്മീഷൻ വെയിറ്റ് ചെയ്ത് ബുധനാഴ്ച ദിവസം കമ്മീഷൻ വരും. സൈസാർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ബുധനാഴ്ച ഉച്ച കഴിയുമ്പോൾ SMS വരും. അപ്പൊ നോക്കിയിരിക്കാം മൈ ലൈഫ് ഒന്ന് വരും എന്ന് പറഞ്ഞു. അങ്ങനെ SMS വരുന്നത് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ബുധനാഴ്ച നോക്കിയിരുന്നു, വന്നില്ല. അടുത്ത ബുധനാഴ്ച നോക്കിയിരുന്നു, അന്നും വന്നില്ല. അങ്ങനെ ദേഷ്യം വന്നിട്ട് സൈസാറിനെ വിളിച്ചു. സാറേ ഇത് വല്ലതും വരുമോ, അതോ കോഴിയുടെ ഇതുപോലെയാണോ എന്താ പറയുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. സാറിന് പറഞ്ഞു അതെ ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്മീഷൻ വരും, ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആയില്ല എന്നോട് പറഞ്ഞു. അങ്ങനെ സന്തോഷിച്ചിരിക്കാം. വൈഫിനോട് ഞാൻ പറഞ്ഞു ഇന്ന് ഉറപ്പായിട്ടും വരും. വന്നാൽ കൊള്ളാം എന്നോട് പറഞ്ഞു. അങ്ങനെ നോക്കി ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ സമയത്തോട് നോക്കിയിരിക്കുക. 3 മണി കഴിയും വരുമെന്ന് സാർ പറഞ്ഞു. ഞാൻ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു. 3:30-3:45 സമയത്ത് ഒരു SMS വന്നു. MI ലൈഫ് ആദ്യത്തെ കമ്മീഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. നോക്കി ഞാൻ പറഞ്ഞു കൂടി കമ്മീഷൻ പോകും. കൂട്ടി വന്ന് ഞാൻ മൊബൈൽ എടുത്ത് കാണിച്ചു. നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇത്ര ഉണ്ടോ, കൊള്ളാം. ഞാൻ നോക്കിയിട്ട് സംഭവില്ല. പുള്ളിക്കാരി 55,000 രൂപ ഉണ്ടല്ലേ, 55,000 രൂപ ആദ്യത്തെ കമ്മീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു 55,000 ഉണ്ട്, അവസാനത്തെ 2 പൂജ്യത്തിന്റെ ഇപ്പുറത്ത് അവന്മാരൊരു കുത്തിട്ട് വെച്ചിട്ടുണ്ട്. 550 കുത്ത് 0-0. ഇതാണ് ആദ്യത്തെ കമ്മീഷൻ. അത് കേട്ടോ ഞാൻ 550 ഉള്ളൂ. ആ 550 ഉള്ളെന്ന് കേട്ടപ്പം മൈക്കിന് പോലും മാമായി. ഓക്കെ അല്ലേ? ഓക്കെ ഏതാ? 550 ഉള്ളോ എന്ന് ചോദിച്ചു. സജീവാലക്കന് എത്രയുണ്ട്? ഞങ്ങൾ പറഞ്ഞു 2,10,000. എന്നിട്ടാണ് നിങ്ങൾക്ക് 550 രൂപ. അവസാനം പയ്യന്മാരും ഞങ്ങൾക്കും വരും. അങ്ങനെ ഇത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ആളുകൾ വന്നു, പ്രോജക്റ്റ് എടുത്തു, ഇഷ്ടമായ അവർക്ക് ഹലോ അങ്ങനെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ആളുകൾ വന്നു. കമ്മീഷൻ കൂടി 5,000, 10,000, 15,000, 20,000 അങ്ങനെ വന്നു. 2019 2016 വന്നാൽ ഞങ്ങൾക്ക് 2019 ആയപ്പോ 2019 ആയപ്പോ അങ്ങനെ കയറി വന്ന് ആഴ്ചയിൽ 2,10,000 നമ്മുടെ അക്കൗണ്ടിൽ. അതിനുശേഷം കയറി പറഞ്ഞു ഒരു പ്രാവശ്യം എല്ലാ ആഴ്ചയിലും 2,10,000 വന്നോണ്ടിരിക്കുന്നു. അങ്ങനെ 2,10 കുറച്ച് പറഞ്ഞു, പിന്നെ കൂടി അങ്ങനെ വന്ന് ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 2,10 മേടിക്കുന്നവർ വന്നപ്പോ റെഗുലർ ആയിട്ട് ആഴ്ച 2,10 വരാൻ തുടങ്ങി. 2020 മുതൽ ഇന്ന് വരെ എല്ലാ ആഴ്ചയിലും 2,10,000. ഇങ്ങനെ ഭയങ്കര കയറി ഗ്ലോബൽ ടീം കോർഡിനേറ്റർ വരെ ആയപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയത്ത് ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പല ആളുകളും പലരും ഈ ബിസിനസ്സിൽ നിന്നും ക്വിറ്റായി പോകുന്നവർക്ക് മാത്രമാണ് വരുമാനം കിട്ടാവുള്ളൂ. ക്വിറ്റായി പോകരുത്. ക്വിറ്റായി പോകാനുള്ള കാരണം ഈ കളിയാക്കലുകളാണ്. ക്വിറ്റായി പോകാനുള്ള കാരണം കളിയാക്കൽ. ഇവിടുന്ന് ഇറങ്ങി വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് എവിടെ പോയാലും
ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചോദിച്ചു എവിടെ പോയതായിരുന്നു? MI ലൈഫിന്റെ ഒരു പരിപാടി മീറ്റിങ്ങിന് പോയതാ. MI ലൈഫിന്റെ പരിപാടി ഞാൻ 5 കൊല്ലം മുമ്പ് പോയതാ. എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ? അതോടുകൂടി ഇവിടുന്ന് തള്ളി തള്ളി ബലൂൺ വീർപ്പിച്ചു വിട്ടിരിക്കുക. അവസാനം അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു കുത്ത് ഒറ്റ പോയി. 5 കൊല്ലം മുമ്പ് ചേർന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ? ഇതിനകത്ത് ചേർന്നവർക്കൊന്നും എല്ലാം കിട്ടുമോ? ഇല്ല. ഇതിൻ്റെ അകത്ത് സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കണം. പറഞ്ഞ പോലെ പ്രോഡക്റ്റ് വിൽക്കണം, നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കളിയാക്കലുണ്ടോ? ഞാൻ ആദ്യം വരുന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രോഡക്റ്റ് കഴിക്കണം, അതിനുശേഷം ബിസിനസ് ഐഡിയ ഇടണം, സ്റ്റാർട്ട് ചെയ്യണം, പ്രോഡക്റ്റ് എടുക്കണം, അതിനുശേഷം ബ്രാഞ്ച് കൊണ്ട് ആളുകളെ കൊണ്ടുപോകണം. അതിനൊരു ലിസ്റ്റൊക്കെ എഴുതാൻ പറയും. അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്നവരാ നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ ലിസ്റ്റൊക്കെ എഴുതി. ഈ ലിസ്റ്റൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇപ്പൊ ഞാനും അങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ടൈപ്പ് തോന്നാൻ. അങ്ങനെ എന്റെ ഒരു കസിൻ ഉണ്ട്. ഈ കസിനെ ലിസ്റ്റ് ഇറങ്ങി. ഞാൻ നോക്കിയ സമയത്ത് നല്ല കഴിവുള്ള ആളുകളെ പിടിക്കണം. നമ്മൾ ഈ സാധാരണക്കാരാണ്, നല്ല കഴിവുള്ളവരെ കൊണ്ടുവരണം. അങ്ങനെ നോക്കിയ സമയത്ത് ബിസിനസ് പാരമ്പര്യമുള്ള, ബിസിനസ് ഒക്കെ അറിയാവുന്ന MBA ഉള്ള എന്റെ ഒരു കസിൻ ഉണ്ട്. അദ്ദേഹം വിദേശരാജ്യത്തായിരുന്നു, ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു. എന്നെക്കാൾ ഒരു വയസ്സ് സീനിയറാണ് അദ്ദേഹം. ഇവിടെയായിരുന്നു, കുവൈറ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേഴ്സായിരുന്നു വൈഫ്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പേരെഴുതി. അവസാനം അദ്ദേഹത്തെ ഒരു കല്യാണത്തിന് വെച്ച് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫംഗ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇവൻ എന്നോട് വന്ന് ചോദിക്കുവാണ്, എടാ കേരളത്തിൽ തുടങ്ങാൻ പറ്റിയ നല്ല ബിസിനസ് പറയാമോ? തേടിയ വള്ളി കാലി ചുറ്റി. നമുക്ക് ഈ ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, എടാ ഉണ്ട് ബിസിനസ്. എന്താ ബിസിനസ്? MBA-കാരനാണ്, പുള്ളിയുടെ മനസ്സിലുള്ള ബിസിനസ് വേറെയാണ്. എന്റെ മനസ്സിലുള്ള ബിസിനസ് ഏതാണ്? മൈ ലൈഫാണ്. ഞാൻ പ്രോഡക്റ്റ് ആദ്യം എടുത്ത് 10,000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ പുള്ളി ആദ്യം ബിസിനസ്സുകാരനായ അദ്ദേഹം ആദ്യം ചോദിച്ചത് എന്നോട് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? MBA അല്ലേ, അപ്പൊ ലാൻഡ് ലേബർ ക്യാപിറ്റലൊക്കെ പഠിച്ച് പാസ്സായിട്ടിരിക്കുന്നതാണ്. അപ്പൊ ബിസിനസ്സിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി കുറച്ച് 10,000 ഉള്ളൂ. അപ്പൊ പുള്ളി എളുപ്പത്തിൽ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു അയച്ചിടോ ശക്തി കുറച്ച് 10,000 പോലും പറഞ്ഞില്ല. MG ശ്രീകുമാർ പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ സമയം എടുത്തു. 10,000. അത് കേട്ടപ്പോഴേ പുള്ളി എന്നോട് പെട്ടെന്ന് ചിരിച്ചിട്ട് പറയാമോ, ഇതാണോ ബിസിനസ്? ഇതാണോ ബിസിനസ്? ഞാൻ ചീള് കേസ് ഇതൊക്കെയാണോ എന്നോട് പറയുന്നത്? ഞാൻ MBA-കാരനാണ്, ബിസിനസ് ഞാൻ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. എന്നോട് പറയാണ് 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി. അവന് അതുകൊണ്ട് നീ ചെയ്തോ, ഞാൻ അതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. അവസാനം നമുക്ക് ചമ്മലായിപ്പോയി. അവസാനം പല ഈ പ്രോഗ്രാമുകളിലൊക്കെ വെച്ച സമയത്ത്, പല കല്യാണ ഫംഗ്ഷനൊക്കെ ഫാമിലിയുടെ കൂടുന്ന സമയത്ത് ഇവനെ കാണും. ഇവനെ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഇൻവിറ്റേഷൻ കൊണ്ടുവന്നു. എൻ്റെ ഒരു ഫേം തുറന്നു. ഈ ഒരു ഹാളിന്റെ അത്ര വലിപ്പമുള്ള ഒരു ഓഫീസ് റൂം, കുറെ ക്യാബിന്, ഒരു ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഒരു വലിയ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ, കുറെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. 2 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു. 2 കോടിയോളം. ഞാൻ ട്രഡീഷണൽ മേഖലയുടെ ഇതിന്റെ ഒരു വ്യത്യാസം പറയാൻ വേണ്ടി 2 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തു. ക്യാബിന് മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇങ്ങനെയുള്ള ക്യാബിന് പുള്ളി, വൈഫ്, പിള്ളേരെ പ്രായമാകാത്ത എഴുതിയിട്ടില്ല. ബാക്കി സ്റ്റാഫുകൾ എല്ലാവരും ടൈ കെട്ടിയ 50ഓളം സ്റ്റാഫ്. അതുകൂടാതെ ഞാനും പോയി. അതിന്റെ ആശീർവാദം എന്റെ ഫാദറിന്റെ ചേട്ടനൊക്കെയാണ് അതിന്റെ ആശീർവാദ കർമ്മം, വെഞ്ചരിപ്പ് കർമ്മം ഒക്കെ നിർവഹിച്ചത്. അവരെല്ലാവരും വന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അടിപൊളി ഹൈഫൈ ബിസിനസ്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ, ഒരേ കളർ വണ്ടികൾ, എല്ലാം പേര്, എല്ലാം പ്രൊജക്ഷൻ, അവരെല്ലാവരും സ്റ്റാഫും ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നു എല്ലാം. അപ്പൊ എന്റെ ഫാമിലിയിലുള്ള പല ആളുകളും എന്നോട് ചോദിച്ചു, നിനക്കും ഇത് കൂട്ടൊരു ബിസിനസ് തുടങ്ങാൻ വരെ? അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ ഇവിടെ മാനേജറായിട്ട് വേണമെങ്കിൽ ഇരിക്കാം, 50,000 രൂപ സാലറി തരാം, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ നമുക്കൊരു വിഷമമായിട്ട് അങ്ങനെ നമ്മൾ ഈ 10,000 രൂപയുടെ പരിപാടി, അവൻ 2 കോടിയുടെ പരിപാടി തുടങ്ങി. 2019 ആയപ്പോ കൊറോണ കാലഘട്ടമാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ വരുവാണ്. എന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ നല്ല പടമൊക്കെ ഇട്ട് ഞാൻ ഇതൊക്കെ ഏതാ ലൈക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ 2020 ആയപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ വരുവാണ്, ഒരു നമ്പർ മേടിക്കാൻ വേണ്ടി. ഫോൺ നമ്പർ ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം എന്നോട് പുള്ളിയെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് പല സമൂഹത്തിൽ പല പരിപാടികൾ, മീറ്റിങ്ങുകൾ, പല കല്യാണങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് കാണും. അപ്പൊ ആ ബന്ധത്തിലുള്ള ആളുകളില്ല എന്നോട്, അവനോട് ചോദിക്കും എങ്ങനെ ഉണ്ടാ നിന്റെ ബിസിനസ്? അവനോട് ചോദിക്കും എങ്ങനെ ഉണ്ടാ നിന്റെ ബിസിനസ്? എന്നോട് ചോദിക്കും എങ്ങനെ ഉണ്ടാ നിന്റെ മറ്റേ പരിപാടി? അവനോട് ബിസിനസ് എന്ന് ചോദിക്കും, എന്നോട് ചോദിക്കും മറ്റേ പരിപാടി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇതാ ബിസിനസ്, മറ്റേ പരിപാടി. അതൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ഒരു കോട്ടയംകാരുടെ ഭാഷ കേട്ടോ.
ഇവിടെ വല്ല തെറിയാണോ? പേടിയാ. കോട്ടയം, തൃശ്ശൂർ ഭാഷ, തിരുവനന്തപുരം, കോഴിക്കോട്, കേരളത്തിൽ തന്നെ പല ഭാഷയാണ്. ചിലർക്ക് ചിലത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷയാട്ടോ. അങ്ങനെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ച സമയത്ത് വിഷമം തോന്നി. 2020 അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു. അന്ന് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടോ നിന്റെ ബിസിനസ്? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ട് പോകും. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ടോ നിന്റെ ബിസിനസ്? 2 കോടിയോളം മുടക്കി അടിപൊളിയായ ബിസിനസ് എങ്ങനെയുണ്ട്? നീ അറിഞ്ഞില്ലടാ, ഞാൻ നിർത്തിയിട്ട് 4-5 മാസമായി. എന്റെ ദൈവമേ, എനിക്കുണ്ടായ സന്തോഷം. കളിയാക്കി 2 കോടി മറ്റേ പരിപാടി നമ്മുടെ അവന്റെ ബിസിനസ് ആലോചിച്ച് നോക്കിയ. എല്ലാരും അല്ലേ പറഞ്ഞ നിർത്തി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ? അതെ, 2 കോടിയൊന്നും അല്ലടാ, പിന്നെ 50-60 ലക്ഷം രൂപ മുടങ്ങി. എല്ലാം പോയി, വണ്ടിയെല്ലാം കൊടുത്തു, നിർത്തി. കിട്ടാക്കട ഒത്തിരിയായി. അവസാനം ഇത് മുന്നോട്ട് പോയി. ഭയങ്കര കോമ്പറ്റീഷൻ, കമ്മീഷൻ, ഒന്നും പൈസ ഒന്നും കിട്ടുകയല്ല, ഒരു രക്ഷയില്ല. കേരളത്തിൽ ഒരു ബിസിനസ് ഇത്രയും പൈസ മുടക്കി തുടങ്ങാൻ പറ്റിയെന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. ഞാനപ്പം മനസ്സിൽ പറയണമെന്ന് ഓർത്തു. ഞാൻ പണ്ടേ പഠിച്ചായിരുന്നു. ഞാൻ 10,000 രൂപ. അങ്ങനെ ഈ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, അന്ന് ആഴ്ചയിൽ 2,10,000 നമ്മുടെ ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം കൊറോണ കാലഘട്ടത്തിൽ ആളുകളൊക്കെ കവചപ്രാശമൊക്കെ മറിച്ചിട്ട് കഴിക്കും, വലിച്ചു കഴിക്കും, അതുപോലെ കച്ചവടം നടക്കും. അങ്ങനെ 2-10 അങ്ങനെ വന്ന സമയത്ത് വേറെ ഒന്നുമില്ല. അങ്ങനെ ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് BMW X5 1 കോടി, അന്ന് 1,10,00,000 രൂപയുടെ BMW X5 പുതിയ വണ്ടി ഇവിടെ ഷോറൂമിൽ എറണാകുളത്ത് വന്ന് എടുത്തു. അത് കണ്ടപ്പോ അദ്ദേഹം ഉൾപ്പെടെ അപ്രീസിയേറ്റ് ചെയ്തു. വീട്ടിൽ വന്നു, സെൽഫി എടുത്തു. ഒക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ഒരു സന്തോഷം. ഏതാ മറ്റേ പരിപാടി പറഞ്ഞിരുന്ന ബിസിനസ്. എന്നാലും ചില ആളുകളൊക്കെ അവഖ്യാദികൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നറിയോ? അവനുണ്ടാകുന്നതിന് മുമ്പുള്ള വീട്, അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള വീട് അവന്റെ വലിയപ്പനെ കണ്ട് വേണ്ടതാണ്. ഇത്രയും പഴയ വീട്ടിൽ കൊണ്ടുപോയിട്ട് BMW കൊണ്ടുപോയിട്ടു, കുളിച്ചിട്ട് വല്ല ചേക്കാത്ത പോലെ. അതുപോലെ അവസാനം പറഞ്ഞ് അവസാനം എന്നെ കൊണ്ട് വീടും പണിയിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ സജീവ് ആറക്കൽ സാറ് തൃശ്ശൂർ പണിത, പട്ടിക്കാട് പണിത വീടുണ്ട്. അത് കാണാൻ ഭയങ്കര ഇഷ്ടം തോന്നി. സാറാൻ കാണാൻ അത്രയും പൊസിഷൻ നിൽക്കുക, ഇത്രയും ഇഷ്ടം തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആർക്കിടെക്ട് പറഞ്ഞു, ഇതുപോലെയൊക്കെ ഒരു വീടൊക്കെ പണിയണമെങ്കിൽ ഇതിന്റെ ആർക്കിടെക്ട് വേണം. അങ്ങനെ ആർക്കിടെക്റ്റിനെ കൊണ്ട് തന്നെ തൃശ്ശൂരിയായ ലില്ലി പോൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഫേമസ് ഒരു ആർക്കിടെക്ട് ആണ് ലില്ലി പോൾ. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ലക്ഷറി ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ വീട് പണിയിച്ച് 4 കോടിയോളം മുടക്കി ഒരു വീട്, ഒരു ഡ്രീം ഹൗസ് ഇത് പല സമയത്താണ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഇതൊരു ബിസിനസ് ആണെന്ന് മനസ്സിലായത്. അവന്റെ തന്നെ ബിസിനസ്. അങ്ങനെ ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും വിദേശ മലയാളികൾ വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു അവാർഡ് അവർ കൂടാറുണ്ട്. സ്വിറ്റ്സർലൻഡ് മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി കൗൺസിൽ, സ്വിറ്റ്സർലൻഡ് മലയാളി കൗൺസിലും വേൾഡ് മലയാളി അസോസിയേഷനും കൂടി ഒരു അവാർഡ് കേരളത്തിലെ മികച്ച ബിസിനസ്സുകാരെ നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാ വർഷവും ഇവിടെ സമൂഹത്തിലെ ഒത്തിരി വലിയ ബിസിനസ്സുകാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവരെ എന്നെ സ്വിറ്റ്സർലൻഡിൽ വിളിച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം 2025 നവംബർ 1-ാം തീയതി അതിലൊരു അവാർഡ്, 5 പേരിൽ ഒരു അവാർഡ് എനിക്കും കിട്ടി. ഞാൻ വൈഫും ഞങ്ങളെ 2 പേരെ ക്ഷണിച്ചു. സ്വിറ്റ്സർലൻഡിലെ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചു. 2000 പേരുടെ അവിടെ ചടങ്ങിൽ വെച്ച് അമേരിക്കയിലുള്ള വലിയ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രൊഫസർമാര്, കൂടാതെ അമേരിക്കയിലുള്ള വേൾഡ് മലയാളി കൗൺസിലിന്റെ അംഗങ്ങള്, UK, UAE, സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സമൂഹത്തിലെ ഉയർന്ന ലെവലിലുള്ള ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ച് വലിയൊരു അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചു. അവിടെ വെച്ച് എല്ലാവരും ചോദിച്ചു, എന്താ ബിസിനസ്? ഞാൻ പറഞ്ഞു, ആയുർവേദ ബേസ്ഡ് ബിസിനസ് ആണ്. കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ രസം എന്നറിയോ? ഈ സ്വിറ്റ്സർലൻഡ് മലയാളി അസോസിയേഷൻ 2000 പേര് ഇരിക്കുന്ന ചടങ്ങിൽ അവര് പറഞ്ഞു, ഹെൽത്ത് ടൂറിസം കേരളത്തിൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പ്രബന്ധമുണ്ട്, അവതരണമുണ്ട്. അതിൽ അതിഥികളായിട്ട് വന്നിരിക്കുന്ന ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. എന്നോട് ചോദിച്ചു, എന്നെ സ്പോൺസർ ചെയ്ത എന്റെ റിലേറ്റീവ് ചോദിച്ചു, സിജിക്കും ഒരവസരമുണ്ട്, പറ്റുമോ? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പരിപാടി പണിയല്ലേ, ബാക്കിയുള്ള എല്ലാവരും നല്ല പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളവരാ. അവസാനം ഈ 12 പേര് ഒരാളായിട്ടിരിക്കും. അപ്പുറത്തെ എഴുതി കാണിക്കാം, ഓരോരുത്തരുടെ പ്രൊഫഷൻ അല്ല എഴുതി കാണിക്കാം. ഇന്ന പ്രൊഫസർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ലേഡിയാണ്. എഴുതി കാണിച്ച സമയത്ത് എത്ര PG, എത്ര ഡോക്ടറേറ്റ് ഒക്കെ ഇങ്ങനെ എഴുതി കാണിക്കോ? നമുക്ക് നടക്കലായി. ഞാൻ പറഞ്ഞു, എന്റെ എഴുതി കാണിക്കണ്ട, മൈ ലൈഫ് ടീം ഗ്ലോബൽ ടീം കോർഡിനേറ്റർ CEO എന്ന് എഴുതി കാണിച്ചോ പറഞ്ഞു. അങ്ങനെ എഴുതി കാണിച്ചു. അതിനും കയ്യിൽ കിട്ടി. പക്ഷെ ഇതെല്ലാം വലിയ ലെവൽ എല്ലാവരും പ്രൊഫസേഴ്സ്. അതുകൂടാതെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുൺ ഉമ്മൻ, ഡോക്ടർ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നു, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ അരുൺ ഉമ്മൻ, ഡോക്ടർ അരുൺ ഉമ്മൻ,
അദ്ദേഹത്തിന്റെ വൈഫ് റോജ, ഡോക്ടർ റോജ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സർജറി ഒക്കെ ചെയ്തതിന്റെ ന്യൂറോ സർജനാണ് ലക്ഷോറിലെ. ഇവരൊക്കെ ഉണ്ടായിരുന്ന ചടങ്ങിൽ അങ്ങനെ വലിയ 5 പേരുടെ വലിയ ഫ്ലാറ്റ് നിർമ്മാതാവുണ്ടായിരുന്നു. വേറെ ഒരു 3 ഹോസ്പിറ്റലുള്ള ഒരാളുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ്. അവിടെ വേദി വെച്ച് ആദ്യമായിട്ട് ആയുർവേദത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ആയുർവേദത്തെ, ഹെൽത്ത് ടൂറിസം കേരളത്തിൽ. അപ്പൊ ഹെൽത്ത് ടൂറിസം വരണമെങ്കിൽ ആയുർവേദത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നും അതിന്റെ സപ്ലിമെന്റ്സിന് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം ഉണ്ടെന്നൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്തെല്ലാം എനിക്കൊരു ചങ്കിരിപ്പുണ്ടായിരുന്നു. അടുത്തത് സംസാരിക്കേണ്ടത് ഈ ഡോക്ടർമാരാ, 3 ഡോക്ടർമാരാ, അലോപ്പതി. ഇവര് വല്ലതും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് തന്നെ പറഞ്ഞെങ്കിൽ ആ വേദി വെച്ച് ഞാൻ നാണം കെടുമെന്ന് എനിക്ക് പേടി. ഞാൻ വലിയ ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ട് പറയല്ല. പക്ഷേ അടുത്ത ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ആയുർവേദത്തെ കുറിച്ച് അലോപ്പതി ഡോക്ടേഴ്സ് ചിലപ്പോ സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയില്ല എന്ന് എന്റെ കൂടുതൽ പറഞ്ഞു. അടുത്ത് സംസാരിച്ച അരുണൻ ഡോക്ടർ തന്നെ സംസാരിച്ചു, ഞങ്ങൾക്ക് ആയുർവേദത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ പറയുന്നത് അംഗീകൃതമല്ലാത്ത വെറുതെ എന്തെങ്കിലുമൊക്കെ അരച്ച് കലക്കി കൊടുത്ത് അങ്ങനെയുള്ളതിനാണ്. പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം റിസർച്ച് ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ അപ്രൂവ് ചെയ്തു. ഇത് 100% റിസർച്ച് പേപ്പറുകളാണ്. നിങ്ങൾക്ക് R&D ഉണ്ട് ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഉള്ളത് വേണം. ഇത് ഹെൽത്ത് ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ് പറഞ്ഞ സമയത്ത് ഭയങ്കര ഇതുണ്ടായി. കൂടാതെ ആ വേദിയിൽ ഇരുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞപ്പോ അവിടുത്തെ സ്വിറ്റ്സർലൻഡ് മലയാളി അസോസിയേഷന്റെ വേറെ അസോസിയേഷൻ ഉണ്ട്, ഞങ്ങളെ സംഘടിപ്പിച്ച ഒരു അസോസിയേഷൻ ഉണ്ട്, വേറെ അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം കയറി വന്നിട്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് കയറി വന്നു. എന്തിനെ കുറിച്ച് എനിക്കറിയില്ല. ആള് കോട്ടൊക്കെ വെച്ചിട്ട് വന്നു. ഞാൻ ബാംഗ്ലൂരിലുള്ള ആളാണ്. എന്റെ അമ്മ ഇവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് കഴിച്ച്, ഇവരുടെ കമ്പനിയുടെ പറഞ്ഞാൽ എന്റെ കമ്പനിയുടെ എന്റെ ടീമിലുള്ള ആൾ തന്നെയാണ്. ആളുടെ അമ്മ ബാംഗ്ലൂരുണ്ട്. ഈ പ്രോഡക്റ്റ് കഴിച്ച് അമ്മയ്ക്ക് വലിയ സന്ധിവാദമായിരുന്നു, വലിയ റിസൾട്ട് കിട്ടി എന്ന് അദ്ദേഹമാണോ എന്ന് പറഞ്ഞ സമയത്താണ് പിന്നെ ആളുകളുടെ ബഹളമായിരുന്നു, സാറിന്റെ പ്രോഡക്റ്റ് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും. ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ എപ്പോഴും കൊണ്ടുപോയി കൊടുക്കാനും അല്ല, നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല പൈസ കൂടുതലുണ്ട് നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അതേസമയം ഇവിടെ വരുമ്പോൾ സ്വിറ്റ്സർലൻഡ് മലയാളികൾ പലരും നാട്ടിൽ വരുമ്പോൾ എന്നെ ക്ഷണിച്ച് എന്നെ വന്ന്, അവിടെയുള്ള ഒത്തിരി മലയാളികളുണ്ട്, അവർ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്ന് പ്രോഡക്റ്റൊക്കെ ഇഷ്ടംപോലെ മേടിക്കാറുണ്ട്. കാരണം ആ ഒരു അവാർഡ് ചടങ്ങ് കഴിഞ്ഞ പിന്നെ വലിയ രീതിയിൽ, കാരണം വലിയ റിസൾട്ട് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ആയുർവേദത്തിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ സ്വിറ്റ്സർലൻഡൊക്കെ. ഹെൽത്ത് ടൂറിസത്തിന് വലിയ, ഇപ്പൊ കേരളത്തിലേക്ക് വലിയ ഹെൽത്ത് ടൂറിസത്തിന് പ്രാധാന്യം, കാരണം ഇവിടെ ചികിത്സാ ചെലവ് കുറവാണ്. അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ചികിത്സിച്ചാലും ലാഭമാണ്. അവിടെയൊക്കെ എന്തായാലും അപ്പൊ അത് കേരളത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പുതിയ ഗവൺമെന്റ് അല്ലെ, മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുക്കാൻ പോകുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഗവൺമെന്റ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ യൂണിയനുകളും നമുക്കുണ്ട്. INUC, ATUC, CHU, BMS, STU എല്ലാ യൂണിയനും ശക്തമാണ്. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ലീഡർമാരൊക്കെ നല്ല യൂണിയന്റെ ഒക്കെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന സുരേഷ് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് നന്നായിട്ട് ഇതെല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കും. നല്ല ഏറ്റവും നല്ല സുവർണ കാലഘട്ടം വരുവാണ്. സുവർണ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം. നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു പോകും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ എടുത്ത് നിങ്ങളെ ക്ലിയർ ചെയ്യുക. എല്ലാ ഞങ്ങളെ പോലെയുള്ള ശല്യങ്ങൾ വല്ലപ്പോഴും വരുള്ളൂ, അവിടെ ആക്ച്വലി കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിർത്തുവാണ്. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഈ ബിസിനസ്സിൽ കൂടി അച്ചീവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. പക്ഷേ ആർക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, റേഷൻ കാർഡിൽ എന്റെ പേര് ഇപ്പോഴും കിടക്കുന്നത് സിജി ജോസ് തൊഴിൽ രഹിതൻ. സർക്കാരിന്റെ റേഷൻ കാർഡിൽ ഇപ്പോഴും എന്റെ പേര് കിടക്കുന്നത് സിജി ജോസ് തൊഴിൽ രഹിതൻ എന്നാണ്. ഫാദറിന്റെ പേര് അന്തസ്സായിട്ട് PT ജോസഫ് കൃഷി, അമ്മയുടെ പേര് മോളി ജോസഫ് ഗൃഹഭരണം, എന്റെ പേര് സിജി ജോസ് തൊഴിൽ രഹിതൻ. പക്ഷെ ഈ മാസവും കഴിഞ്ഞ മാസത്തെ GST ഇപ്പോൾ അടയ്ക്കുവാണ്. കഴിഞ്ഞ ദിവസം 10-ാം തീയതി കൊടുത്ത സമയത്ത് 3.25 ലക്ഷം രൂപ ഒരു മാസം GST കൊടുക്കുന്നുണ്ട്. ഒരു മാസം ടാക്സ് ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നുണ്ട്, ബില്ലടിച്ചുകൊണ്ടുള്ള കച്ചവടമാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് പോലും ബില്ലടിക്കാതെ കിട്ടില്ല. എല്ലാം ലീഗലായിട്ടുള്ളതാണ്. ട്രഡീഷണൽ മേഖലയേക്കാൾ ലീഗലാണെന്ന് പറയേണ്ടി വരും, കാരണം അവിടെയും ചില കള്ളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കില്ല. ഓൺലൈൻ ആയതുകൊണ്ട് ബില്ലടിക്കാതെ ബില്ല് കയറുമോ? ബില്ലടിച്ചാൽ ഗവൺമെന്റുകൾ കൊടുക്കേണ്ട ടാക്സ് പോവും. കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ, TDS പിടിച്ചേ തരുള്ളൂ. എല്ലാം കറക്റ്റാണ്. അപ്പോ നല്ല രീതിയിലുള്ള ബിസിനസ് ആണ്. പഴയ കാലമല്ല, മാറിക്കഴിഞ്ഞു. നമ്മൾ മാറാൻ പഠിക്കാൻ തയ്യാറായാൽ വലിയ ലെവലിലേക്ക് കിട്ടും. പക്ഷെ ഇവിടുന്ന് പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഇവിടെ ഏറ്റവും കൂടുതൽ പോക്കുവടലുള്ള സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്.
അല്ലേ? വോട്ട് കമ്പനികൾ ഒത്തിരി വരും. ഇവിടെ വെച്ചൊരു മത്സരം നടക്കുവാണ് കുറച്ച് നാൾ മുമ്പാട്ടോ. മത്സരം വേറെ ഒന്നല്ല, ഈ വോട്ട് കമ്പനിയുടെ പോക്കുടലിന്റെ മുകളിൽ കയറുന്ന ഒരു പരിപാടിയാണ്. വേറെ ഒന്നല്ല, മനുഷ്യരല്ല. മത്സരം നടക്കുന്നത് തവളകളാണ്. ഇങ്ങനെ തവളകളെല്ലാം ഒറ്റ മത്സരമുള്ളൂ. വിസിലടിക്കുമ്പോ ഈ വോട്ട് കമ്പനി ഇതേ കൂടെ കയറി ചാടി ചാടി പോയി മുകളിൽ ചെന്ന് താഴോട്ട് ഇറങ്ങണം. ഇതാണ് മത്സരം. ഇങ്ങനെ എല്ലാ തവളകളെല്ലാം കൂടിയിരിക്കുകയാണ്. എവിടെ മത്സരം നടന്നാൽ അവിടെ എല്ലാം ചാനലുകൾ മൈക്കും പിടിച്ച് ആരൊക്കെ ഉണ്ട് എല്ലാം കൂടിയിരിക്കുക. വേറെ ഒന്നല്ല, കയറി പോകുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കാനും വാർത്തകൾ സംപ്രേഷണം. അങ്ങനെ തവളകളുടെ മത്സരം നടക്കുവാണ്. അങ്ങനെ എല്ലാ തവളകളും വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഈ വോട്ട് കമ്പനിയുടെ പോക്കോടന്റെ മുകളിൽ കയറി താഴെ ഇറങ്ങണം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ചുറ്റിക്കൂടിയിരിക്കുക. നമ്മളെ പോലെയുള്ള ആളുകൾ കാണാൻ നിൽക്കുക. കാണികൾ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ചുറ്റും നിന്നിട്ട് അവരെല്ലാം പറയുകയാണ്, എന്റെ അനിയന്മാര് ഈ മുകളിലോട്ടുകാരും പോയിട്ട് പകുതിങ്ങാനും ചെന്നിട്ട് താഴോട്ടുകാരും വീണ നിങ്ങളുടെ കാര്യം പോക്കാം. പാണ്ടിലോറിന്റെ അടി പോയിരിക്കും. നമ്മൾ പറയില്ല തവള പാണ്ടിലോറിന്റെ അടി എന്ന് പറഞ്ഞാൽ മുകളിൽ താഴെ പോകും. അതുകൊണ്ട് 100ഓളം പേര് പങ്കെടുക്കാനുണ്ട്. അതില് 90 പേരും ഈ ജനങ്ങളുടെ അഭിപ്രായം കേട്ട് പിന്മാറി. ഇതൊന്നും നടക്കുകയല്ല. ബാക്കി 10 പേര് കയറാൻ തീരുമാനിച്ചു. അവർ വാമപ്പിനൊക്കെ ശേഷം കയറാൻ തീരുമാനിച്ചു. അങ്ങനെ വിസിലടിച്ചു. റെഡി 1 2 3 എന്ന് പറഞ്ഞു. അപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോഴും കാര്യം ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്, ഇപ്പോഴും കാര്യം പിൻവാങ്ങിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഓരോരുത്തരും ഇറങ്ങി പോവാണ്. അവസാനം ഒറ്റ തവള മാത്രം ഇവൻ കേറിക്കൊണ്ടേയിരിക്കുക. പകുതി കയറി കഴിയുമ്പോൾ ജനങ്ങളെല്ലാം തിരിഞ്ഞു കൈയടിക്കാൻ തുടങ്ങി. കണ്ടോടാ, അവനെ കണ്ടുപിടിക്കും. അതുവരെ എന്താ പറഞ്ഞോണ്ടിരുന്നേ? പൊട്ടന്മാര്, മണ്ടന്മാര് എല്ലാരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ തുടങ്ങി പൊതുജനം. എന്താണ്? അവനെ കണ്ടുപിടിക്കടാ, ധൈര്യവാൻ. കയറിപ്പോന്ന് കണ്ടില്ലേ? അവൻ കയറിപ്പോയി, കയ്യടി കൂടി, അവൻ മോളിൽ ചെന്നു. താഴോട്ട് ഇറങ്ങി വരും. അപ്പുറത്തെ സൈനികർ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ചാനലുകാരെല്ലാം കൂടി എല്ലാരും മൈക്കും പിടിച്ച് അവന്റെ അടുത്ത് ചെന്നു. ഈ ഇറങ്ങി വന്ന വിജയിച്ച തവളന്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോ ഈ തവള ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോ ഇങ്ങനെ ഇരുന്നില്ല. അതിന്റെ അളിയൻ തവളയുണ്ട്. അളിയൻ തവള പറഞ്ഞു, ചാനലുകാരോട് പറഞ്ഞു, ഇവൻ മിണ്ടുമില്ല, ചെവി കേൾക്കത്തില്ല, അതുകൊണ്ട് മിണ്ടാനും പറ്റത്തില്ല, ചെവി കേൾക്കില്ല. അതുകൊണ്ട് ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവന്റെ ധൈര്യം എന്ന് പറയുന്നത് ജനങ്ങൾ മൂവിയതും കാലത്തും പറഞ്ഞതും ഒന്നും ഇവനോർത്ത് പ്രോത്സാഹനമാണ് ഓർത്തത്. അപ്പൊ കയറി മണ്ടച്ചെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് പോകുമ്പോ ഇതൊക്കെ പലരും പറയും, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, പണ്ട് ഞാൻ വന്നതാണ് 10 കൊല്ലം മുമ്പ്. ഇതൊക്കെ പറയും. നിങ്ങളെ വിജയിച്ച ആളുകളെ നിങ്ങളെ കണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അവിടെ വരാത്തവരും കണ്ടില്ലോ, അച്ചീവ്മെന്റ്സും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെവി കോട്ടം വെച്ചിട്ട് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, പറയുന്നതൊക്കെ പലരും പറയും. പക്ഷെ വിജയിച്ചു കഴിഞ്ഞപ്പോ കുടുംബത്തിലുള്ളവരും വീട്ടിലുള്ളവരും എല്ലാവരും നമുക്ക് കൈയടിക്കാൻ തുടങ്ങി. അവനെ കണ്ടുപിടി. അതുവരെ എങ്ങനെയായിരുന്നു അവന്റെ മറ്റേ പരിപാടി? ഇതെല്ലാം മാറും. ഇതൊക്കെ മാറും. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശേഷം നിങ്ങൾ 10 മിനിറ്റ് ലീഡേഴ്സ് കേട്ടൊന്ന് ഇരുന്നതിന് ശേഷം പോവുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് എംഐഎൽഎ. ഓക്കേ.